കേരളത്തിലും മികച്ച പ്രവർത്തനങ്ങളാണ് ബി.ജെ.പി. ഇപ്പോൾ നടത്തുന്നത്. മികച്ചത് എന്ന് പറയുമ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ ബി.ജെ.പി. നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തലപ്പത്തേക്ക് ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് നിതിൻ നബീൻ വരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. എന്താണ് കെബിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ആണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. നോക്കൂ, ഒരു കാലഘട്ടത്തിന് ശേഷം കാലാവധി ശേഷം ജെ.പി. നദ്ദ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഇദ്ദേഹത്തെ മാറ്റണം, അല്ലെങ്കിൽ പുതിയൊരു ദേശീയ അധ്യക്ഷനെ വരണം. പല സംസ്ഥാനങ്ങളിലും അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സാഹചര്യം, ബീഹാർ തെരഞ്ഞെടുപ്പ് നടന്ന സാഹചര്യത്തിൽ പോലും അതായത് ദേശീയ അധ്യക്ഷൻ ഉള്ള ഒരു പദവി ഇപ്പോൾ അനിശ്ചിതത്വം നിൽക്കുന്നു. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഒരുപാട് സ്ത്രീകളുടെ പേരൊക്കെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ നിർമ്മല സീതാരാമന്റെ പേര് തമിഴ്നാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നു. അത് ബി.ജെ.പിയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരുന്നു. അത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ തമിഴ്നാട്, കേരള, കർണാടക അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലൊരു വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പിന്നെ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ പേര് ഉയർന്നു കിട്ടും. ദേവേന്ദ്ര ഫഡ്നാവിസ് കാൺപൂരുമായി ബന്ധപ്പെട്ട് RSSന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണെന്ന് കരുതി അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു. പക്ഷേ ഈ പേരുകളൊന്നും തന്നെയല്ല. എന്നിട്ട് വേറെ പല പേരുകളും, അതായത് ഇപ്പോൾ നമുക്ക് മേക്ക് ഓർമ്മയില്ല, അതായത് ഇടയ്ക്ക് വെച്ച് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധങ്കർ രാജിവെക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൽ ഭയങ്കര അനിശ്ചിതത്വം നിൽക്കുന്നു. അതുവഴി എസ് രവിശങ്കർ ഉൾപ്പെടെയുള്ളവർ രസകരമായ ട്രോളുകളും അതേപോലെ തന്നെ ട്വീറ്റുകളുമായിട്ടൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തെ കാണാനില്ല, അതായത് ബി.ജെ.പിയുമായി ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല. അപ്പോൾ പറഞ്ഞു എന്താ ജഗ്ദീപ് ധങ്കർ അതാ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരാൻ പോകുന്നു, അതുകൊണ്ടാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഉപരാഷ്ട്രപതിയായിട്ട് ആര് വരുമെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് ഉയർന്നിരുന്നു. ഇപ്പൊ ബി.ജെ.പി അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോയിട്ട് ഉപരാഷ്ട്രപതിയായി വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല. നിതിൻ നബീൻ എന്ന് പറയുന്ന 45 വയസ്സുള്ള ചെറുപ്പക്കാരൻ, താരതമ്യ ചെറുപ്പക്കാരനായ ഒരു വ്യക്തി, ചെറുപ്പക്കാരനെന്ന് നമുക്ക് പറയാം, രാഷ്ട്രീയത്തിൽ ഒരു ഏജ് കാറ്റഗറി എടുത്ത് നോക്കുമ്പോൾ 45 വയസ്സുകാരനായ നിതിൻ നബീൻ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ട് വരുന്നു. ഈ പേരുകളൊന്നുമല്ല. ജെ.പി. നദ്ദ മാറുന്നു, നിർമ്മല സീതാരാമൻ അല്ല, അതായത് ദേവേന്ദ്ര ഫഡ്നാവിസ് അല്ല, ഇത്തരത്തിൽ ആരും തന്നെയല്ല. ഇദ്ദേഹമാണ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വരുന്നത്. ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ, അതായത് കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തിലായിരിക്കും, അല്ലാതെ അദ്ദേഹത്തിന്റെ ഓർഡറുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും കാര്യങ്ങൾ നീങ്ങുക എന്നുള്ള സൂചനകളാണ് പുറത്തത്. 45 വയസ്സുണ്ടെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ബി.ജെ.പി 5 തവണയായി ബീഹാറിൽ നിന്ന് MLA ആയി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 6 ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ചു വന്ന അദ്ദേഹം നേരത്തെ തന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ളതാണ്. ബീഹാറിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു വ്യക്തിയെ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനാക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ബി.ജെ.പി ലക്ഷ്യമിടുന്നത് വലിയൊരു ഘടകമാണ്. നോക്കൂ, ബി.ജെ.പി ബീഹാർ പിടിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അവിയൽ മഹാഗഠബന്ധനെയൊക്കെ തോപ്പിച്ചുകൊണ്ട് ബി.ജെ.പി നിതീഷ് കുമാർ അലയൻസിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ ബി.ജെ.പി അവിടെ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇനിയൊരു തവണ കൂടി അവിടെ ഒരു അലയൻസിനില്ല. അതായത് ഇനി ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് അവിടെ കാര്യങ്ങൾ പെനട്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബീഹാറിൽ നിന്ന് 2ാം തവണ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷമാണ് നബീൻ അപ്രതീക്ഷിതമായി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ട് വരുന്നത്. ഈ ബി.ജെ.പിയുടെ പാർലമെന്ററി ബോർഡിന്റെ തീരുമാനപ്രകാരമാണ് ഇദ്ദേഹം വരുന്നത്. അപ്പോൾ എന്തായാലും 2 മാസങ്ങൾക്ക് മുമ്പ് ബി.ജെ.പിയുടെ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് ഇത്തരത്തിലൊരു, അതായത് നമ്മളാണ് ഇത്തരത്തിൽ ബി.ജെ.പി അധ്യക്ഷനെ തീരുമാനിക്കുന്നതെങ്കിൽ എപ്പോഴേ തീരുമാനിച്ചേനെ, ഇത്തരത്തിലൊരു മെല്ലപ്പോക്ക് ഉണ്ടാവുകയില്ല. അപ്പം എത്രയും പെട്ടെന്ന് ബി.ജെ.പിയുടെ അധ്യക്ഷനെ തീരുമാനിക്കേണ്ട ആവശ്യകത അവിടെ ഉണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്, ഇനി വരും ദിവസങ്ങളിലും വർഷങ്ങളിലും മുന്നോട്ട് പോകുന്നതിന് ഇത് ഉത്തമമായിരിക്കും. അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എല്ലാം തന്നെ തെറ്റാണ് എന്നാണ് ഇപ്പോൾ സർസംഘചാലകമായിട്ടുള്ള മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നത്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് എന്താണ്? ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷന്മാരെ എല്ലാം തീരുമാനിക്കുന്നത് RSS ആണ്. RSS പറയുന്നവരെ അല്ലാതെ അതിൽ ഒരു 50% ശരിയുണ്ട് എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് RSSനോട് അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ മാത്രമാണ് ബി.ജെ.പിയുടെ ദേശീയ, അതായത് ഇവരുടെ പൊളിറ്റിക്സ് പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളെ മാത്രമേ ഇവർ ഈ പദവിയിലേക്ക് കൊണ്ടുവരൂ. എന്താണ് നടക്കുന്നത്? അതായത്
ഇപ്പോൾ ഒരു പദവി കൊടുത്താലും ഏതൊരു നീക്കത്തിന് പിന്നിലും പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളതാണ്. BJP പ്രത്യേകിച്ച് എടുത്തു നോക്കുക. അല്ല, അത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു റീജിയൻ ബേസ് ചെയ്ത് കമ്മ്യൂണിറ്റി ബേസ് ചെയ്തുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ അത് പാളിപ്പോകാറില്ല, അത് വോട്ടുകളായി തിരിഞ്ഞു വരാറുമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് മോദി RSSന്റെ ആസ്ഥാനത്തെത്തുന്നു, മോദി ഇപ്പോൾ രാജിവെക്കുമെന്നുള്ളൊരു വാർത്തകളൊക്കെ പുറത്തു വന്നത്. അതായത് മോദിയും RSSുമായി തെറ്റുന്നു എന്ന വാർത്തകൾ. പക്ഷെ അതൊന്നും ശരിവെക്കുന്ന തരത്തിലല്ല എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിനായി തന്നെ രാജ്ഘട്ടിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം, അതേപോലെ തന്നെ അദ്ദേഹം RSSുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റാമ്പ് ഇറക്കുന്നു. അങ്ങനെ ഇത്തരത്തിൽ വലിയ ഒരു നിരയിലേക്ക് ഈ സാഹചര്യം പോകുമ്പോൾ വീണ്ടും അതിശക്തമായി എല്ലാവരും പറയുന്നത് എന്താണ്, 2030 എത്തുമ്പോഴത്തേന് ഇപ്പോൾ BJP നിൽക്കുന്ന അല്ലെങ്കിൽ RSS നിൽക്കുന്ന ഒരു ബൂം അവസാനിക്കുകയും ഇന്ത്യ സഖ്യം വരികയും ചെയ്യുമെന്നാണ്. കഴിഞ്ഞ 10 വർഷത്തെ NDA സർക്കാരിൻ്റെ ഭരണം എടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ പ്രാവശ്യം അത്തരത്തിലൊരു കോൺഫിഡൻസ് BJPക്ക് ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ അധികാരത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇന്ത്യ സഖ്യം വന്നതിന് ശേഷം അതിനെ ഒന്ന് പിടിയിടുന്ന തരത്തിലാണ്. പക്ഷേ ഈ നോക്കൂ, BJP അധ്യക്ഷനൊക്കെ വരുന്നതോടുകൂടി ബീഹാറൊക്കെ ഹിന്ദി ഹൃദയഭൂമികളൊന്നായ ബീഹാർ പോലൊരു സംസ്ഥാനമൊക്കെ BJPയുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ BJPയുടെ ഈ തേരോട്ടത്തെ തടയിടാനായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ തന്നെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട സമയമായിരിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ ഉള്ള വിലയിരുത്തൽ. മറ്റൊരു കാര്യം നോക്കൂ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇനി പുതിയ സ്ട്രാറ്റജികൾ തീരുമാനിക്കുന്നത് നിതിൻ നബീൻ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായി എടുത്തു നോക്കിയാൽ ഈ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അദ്ദേഹം വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വരുന്നത്. അപ്പോൾ അദ്ദേഹം വന്നതിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പാണ് 2026 കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ നേട്ടമുണ്ടാക്കാനായ അല്ലെങ്കിൽ അത് ദേശീയ അധ്യക്ഷനായിട്ട് ശേഷം നേട്ടമുണ്ടാക്കാനായ നദീൻ നബീൻ്റെ ഗ്രാഫ് ഉയർത്തി ആലോചിച്ച് നോക്കും. ഇത്രയും നാളും JP നദ്ദയെ പോലെയുള്ളവർ അല്ലെങ്കിൽ മറ്റ് BJPയുടെ സീനിയർ നേതാക്കളൊക്കെ അധ്യക്ഷന്മാരായി ഇരുന്നിട്ട് പോലും നടക്കാത്തൊരു കാര്യം, അതായത് കേരളത്തിൽ ഒരു 10ഓളം സീറ്റ് BJP പിടിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അത്തരത്തിൽ സങ്കല്പിച്ച് അത് പിടിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഉയരുകയും BJPയുമായിട്ടുള്ള പെനട്രേഷനിൽ ഒരുപാട് മുന്നോട്ട് പോകുകയും. എന്തായാലും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നാദനില കളരി എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. എന്നാലും JP നദ്ദയ്ക്ക് പകരം ഒരു ബീഹാറുകാരൻ 45 വയസ്സുകാരനായ മെഗഡേക്ക് പക്ഷേ പറഞ്ഞ ചെറുപ്പക്കാരനായ നിതിൻ നബീൻ BJPയുടെ വർക്കിംഗ് പ്രസിഡന്റിൽ നിന്നും ദേശീയ അധ്യക്ഷനായി വരുന്നു എന്നുള്ളത് ആണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അദ്ദേഹം ആയിട്ടില്ല, ഉടനെ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.